ഹായ്, ഞാൻ തസ്നിം അസീസ്. ഞാൻ പൂത്താത്താന്ന് വിളിക്കുന്ന എൻ്റെ സിസ്റ്ററാണ് ഷൈല. അപ്പോൾ അവർക്ക് ഞാൻ എൻ്റെ പുതിയ ബുക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഈ ദീദിക്ക് മധുരത്തിനേക്കാളും എപ്പോഴും ഇഷ്ടം സ്പൈസാണ്. അപ്പോൾ ഞാനിന്ന് ഒരു സ്പൈസി പെപ്പർ ചിക്കൻ ചെയ്യാം കേട്ടോ. ഇത് ബുക്കിൽ പേജ് നമ്പർ 48 കേട്ടോ. പെപ്പർ ചിക്കൻ മൈക്രോ പ്രൂഫായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, പച്ചമുളക്, ചിക്കൻ, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഹൈ പവറിൽ 3 മിനിറ്റ് മൈക്രോ ചെയ്യണം. ഓവൺ ഇതുപോലെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം കേട്ടോ. 3 മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ പുറത്തെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം സോയാ സോസ്, ടൊമാറ്റോ സോസ്, പെപ്പർ പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കുക. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ചിക്കനിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. ചിക്കൻ എപ്പോഴും കഴുകി നന്നായിട്ട് പിഴിഞ്ഞു വെക്കണം. ഇത് ഹൈ പവറിൽ വീണ്ടും 3 മിനിറ്റാണ് കുക്ക് ചെയ്യണം. ഇത് മൈക്രോ ചെയ്ത് വരുമ്പോഴേക്ക് നമുക്ക് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി വെക്കുക. 1/2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി. മൈക്രോയിൽ കുക്ക് ചെയ്യുമ്പോൾ അടച്ചു വെക്കുന്ന ലിഡും മൈക്രോ പ്രൂഫ് തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വിനീഗർ, മല്ലിയില, കോൺഫ്ലോർ വാട്ടർ എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഹൈ പവറിൽ വീണ്ടും 3 മിനിറ്റ്. ഇനി നമുക്ക് കുറുകി കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ എടുത്തിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ 9 മിനിറ്റ്സ്. ഈ മൈക്രോവേവ് കുക്ക് ബുക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് മാതൃഭൂമി ഓൺലൈനിൽ നിന്ന് അല്ലെങ്കിൽ ആമസോണിൽ നിന്നാണ്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാതൃഭൂമി ഓൺലൈൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ വാങ്ങാനുള്ള. ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. മൈക്രോയിൽ എന്ത് കുക്ക് ചെയ്താലും നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 to 5 മിനിറ്റ്സ് സ്റ്റാൻഡിങ് ടൈം കൊടുക്കണം. അതായത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുക. ഞാൻ അതിൻ്റെ മുമ്പ് വിളമ്പുന്നുണ്ട്. ഒന്നുകൂടെ തിക്കാവും. അത് കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവറും ടേസ്റ്റിലുള്ള ഒരു ചിക്കനാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നെയ്ച്ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്.